ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് ഒരു സോഷ്യൽ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ടാണ്. 45 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണത്. കാറ്റഗറി 2 സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ സയൻസ് മെയിനായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ PSC എഴുതുന്നവർക്കായാലും ഒന്ന് ജസ്റ്റ് ജനറൽ നോളജ് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ PSC ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഐഡൻറ്റിഫൈ ദി നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. 1 degree Celsius per 10 meter, 10 degrees Celsius per 1000 meter, 1 degree Celsius per 265 meter, 1 degree Celsius per 165 meter, 165 meter. Answer 1 degree Celsius per 165 മീറ്റർ. 165 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നോർമൽ ലാപ്സ് റേറ്റ്. രണ്ടാമത്തെ ചോദ്യം. ദ മാപ്പ് സ്കെയിൽ 1:5 lakh means 1 centimeter represents 5 kilometer, 1 centimeter represents 50 kilometer, 1 inch represents 5 miles, 1 centimeter represents 5 lakh kilometer. Answer ഓപ്ഷൻ എ ആണ്. 1 centimeter represents 5 kilometer. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ മാപ്പ് സ്കെയിലിലെ മാപ്പിൽ സ്കെയിൽ അടയാളപ്പെടുത്തുമല്ലോ, അതാണ് മാപ്പ് സ്കെയിൽ. ഇതിൽ 1:5 lakh എന്ന് എഴുതിയിരുന്നാൽ അതിനർത്ഥം 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് 5 കിലോമീറ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഹൂ ഹെയിൽഡ് ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ശ്രീ മൂലം തിരുനാൾ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ എന്താണ്? മഹാത്മാഗാന്ധിയാണ്. ഇവിടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. എന്നാൽ ആ പ്രൊക്ലമേഷനെ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ മോഡേൺ ടൈംസിലെ മിറാക്കിളാണ്, എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത് നാലാമത്തെ ചോദ്യം. Which of the following activity comes under primary sector? Construction of flat, production of wheat flour, fishing, public health activities. Answer ഫിഷിംഗ് ആണ്. പ്രൈമറി സെക്ടറിലെ ആക്ടിവിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നതാണ്, അത് ഫിഷിംഗ് ആണ്. അഞ്ചാമത്തെ ചോദ്യം. എമംഗ് ദി ഫോളോവിങ് ഫാക്ട് വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു രാജാറാം മോഹൻ റോയ്? ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ, ഫെർവർ ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ഏജ് ഓഫ് 12, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്. ആൻസർ എന്താണ്? ഫാദർ ഓഫ് റിനൈസൻസ് ആണ്, ഇല്ലേ? രാജാറാം മോഹൻ റോയ് ഫാദർ ഓഫ് റിനൈസൻസ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജാണ് രാജാറാം മോഹൻ റോയ് വരുന്നത്. ഇവിടെ ആര്യ സമാജ് വന്നപ്പോൾ അത് ദയാനന്ദ സരസ്വതിയാണ്. ഇവിടെ രാജാറാം മോഹൻ റോയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫാദർ ഓഫ് റിനൈസൻസ് ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ബ്രഹ്മ സമാജിൻ്റെ ഫൗണ്ടറും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി രാമകൃഷ്ണ മിഷൻ ആണെങ്കിലോ അതാരായിരുന്നു? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ. അടുത്ത ആറാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു നിയോലിത്തിക് ഏജ്? റഫ് സ്റ്റോൺ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ്, സ്റ്റോൺ വെപ്പൺസ് ആർ യൂസ്ഡ് ഫോർ ഡിഗ്ഗിങ് ദി റൂട്ട്സ്, റഫ് സ്റ്റോൺസ് വെപ്പൺ യൂസ്ഡ് ഫോർ ഹണ്ടിങ്,
പോളിഷ്ഡ് സ്റ്റോൺ വെപ്പൺസ് യൂസ്ഡ് ടു ഹണ്ടിങ് ആൻഡ് ഡിഗിങ് ദി റൂട്ട്സ്. ആൻസർ ഏതാണ്? പോളിഷ്ഡ് സ്റ്റോൺ വെപ്പൺസ് യൂസ്ഡ് ഫോർ ഹണ്ടിങ് ആൻഡ് ഡിഗിങ് ദി റൂട്ട്സ് ആണ്. നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് വരുമ്പോൾ പോളിഷ്ഡ് സ്റ്റോൺസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത 7ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് പബ്ലിഷസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്? UNDP, വേൾഡ് എക്കണോമിക് ഫോറം, IBRD, IMF. ആൻസർ UNDP ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻ്റൽ പ്രോഗ്രാമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം, അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, വിൻഡ് ഡയറക്ഷൻ, വിൻഡ് സ്പീഡ്. ആൻസർ വിൻഡ് സ്പീഡാണ്. അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, ദ ഇയർ ഓഫ് കുണ്ടറ പ്രൊക്ലമേഷൻ ഈസ് 1809, 1801, 1885, 1819. ആൻസർ 1809 ആണ്. 1809 കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നത്. ആരായിരുന്നു നടത്തിയത്? വേലുത്തമ്പി ദളവ. അടുത്ത 10ാമത്തെ ചോദ്യം, ഹൈറോഗ്ലിഫിക്സ്, the art of writing was prevailed in Mesopotamian civilization, Chinese civilization, Indus Valley civilization, Egyptian civilization. ആൻസർ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ഏൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ റൈറ്റിംഗ് സിസ്റ്റത്തെയാണ് ഹെയറോഗ്ലിഫിക്സ് ആർട്ട് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 11ാമത്തെ ചോദ്യം, ഹൂ റെഗുലേറ്റ്സ് ദ മണി സപ്ലൈ ഇൻ ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്. ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യക്കകത്തെ പണമിടപാടുകൾ നടത്തുന്നത്. മണി സപ്ലൈ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് കംസ് അണ്ടർ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം? MGNREP, PMRY, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, RLEGP. ആൻസർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമിനകത്ത് വരുന്നത്. അതെന്താണെന്ന് നോക്കിക്ക്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കുടുംബശ്രീ പോലുള്ള പ്രോഗ്രാമുകളാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അടുത്ത 13ാമത്തെ ചോദ്യം, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷോൾ ഹാവ് ഇറ്റ്. ഹൂ റേസ്ഡ് ദിസ് സ്ലോഗൻ? ഗോപാലകൃഷ്ണ ഗോഖലെ, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. ആൻസർ ബാലഗംഗാധർ തിലകാണ്. ബാലഗംഗാധർ തിലകാണ് പറഞ്ഞത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധർ തിലകാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പ്രസ്താവിച്ചത്. 14ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദി മോസ്റ്റ് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ? കോഡ് ഓഫ് ലോ, ഗ്രേറ്റ് ബാത്ത്, പിരമിഡ്, സിഗരറ്റ്. ആൻസർ ഗ്രേറ്റ് ബാത്ത് ആണ്. ഗ്രേറ്റ് ബാത്ത് ഹരപ്പൻ കൾച്ചറിൻ്റെ ഫീച്ചറാണ്. പിന്നെ ഹാരപ്പൻ കൾച്ചറിനെ തന്നെ മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നത് ഇൻഡസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഹാരപ്പൻ കൾച്ചറിനെ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത 15ാമത്തെ ചോദ്യം, ദ ഇയർ ഇൻ വിച്ച് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെയർ ഫസ്റ്റ്ലി നാഷണലൈസ്ഡ് ഇൻ ഇന്ത്യ? 1974, 1969, 1975, 1991. ആൻസർ 1969 ആണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. ഇന്ദിരാഗാന്ധി തന്നെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന സമയത്ത് 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ഇത് 1969 ജൂലൈ 19 ആയിരുന്നു.
ഓക്കെ, അപ്പോൾ ഇതാണ് നാഷണലൈസ് ചെയ്ത വർഷം 1969. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്ത 16ാമത്തെ ചോദ്യം, GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദി എക്കോണമി, all intermediate goods within the economy, all capital goods within the economy, all public goods within the economy. ആൻസർ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദി എക്കോണമി ആണ് GDP. അതായത് GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്തെ ആകെ സാധന സേവനങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് GDP, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദി എക്കോണമി. 17ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ദി ആൽഫേലിയൻ ഡേ? July 4, January 3, December 22, June 21. ആൻസർ ജൂലൈ 4 ആണ്. ഇവിടെ എന്താ പറയുന്നത്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലെയാകുന്ന ദിവസം, ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കൂടുതൽ അകലെയാകുന്ന ദിവസം ജൂലൈ 4 അടുത്താകുന്നത് ജാനുവരി 3. ഓക്കെ, ജാനുവരി 3 ഏറ്റവും കൂടുതൽ ഭൂമിയും സൂര്യനും തമ്മിൽ അടുത്ത് വരുന്ന സമയം. ഭൂമിയും സൂര്യനും തമ്മിൽ മാക്സിമം ലെങ്തിൽ വരുന്നത് ജൂലൈ 4 അതാണ് ആൽഫേലിയൻ ഡേ. ഇനി അടുത്ത് 18ാമത്തെ ചോദ്യം, ദ ലോക്കൽ ഹോട്ട് വിൻഡ് ബ്ലോവിംഗ് ഇൻ ഇന്ത്യ? ചിനൂക്ക്, ലൂ, ഹാർമറ്റം, സിറോക്കോ. ആൻസർ ലൂ ആണ്. ഇന്ത്യയിൽ വീശുന്ന ലോക്കൽ ഹോട്ട് വിൻഡാണ് ലൂ. അടുത്ത 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് January 9, 1915? സവർണ ജാഥ, ക്വിറ്റ് ഇന്ത്യ ഡേ, ഗാന്ധിജി റിട്ടേൺഡ് ടു ഇന്ത്യ, ഖിലാഫത്ത് ഡേ. ആൻസർ ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ. 1915 ജാനുവരി 9 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത 20ാമത്തെ ചോദ്യം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി. ആൻസർ ഇംഗ്ലണ്ടാണ്. ഇവിടെ വിച്ച് കൺട്രി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടാണ്. ബ്രിട്ടനിലാണ് എന്ത് ചെയ്തത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കൺട്രി ചോദിച്ചപ്പോൾ അത് ഇംഗ്ലണ്ടായി. അടുത്ത 21, ദ കോർ ഓഫ് ദി എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് സിയാൽ, സിമ, നൈഫ്, മോഹോ. ആൻസർ എന്താണ്? നൈഫാണ്. നൈഫ് എന്ന് പറയുന്നത് നിക്കലും ഫറസും കൂടി ചേരുന്നത് കൊണ്ടാണ് NIFE. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൈഫ് എന്ന് വിളിക്കുന്നത്. കോർ ഓഫ് ദി എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് നൈഫ്. ഓക്കെ, അടുത്ത് 22ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ലാർജ് സ്കെയിൽ മാപ്പ് ഇൻ ദി ഫോളോവിങ്? അറ്റ്ലസ്, വാൾ മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ്, കഡസ്ട്രൽ മാപ്പ്. ആൻസർ കഡസ്ട്രൽ മാപ്പാണ്. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്കെയില് വലുതാണ്, ഏരിയ ചെറുതാണെങ്കിലും അത് വലിയ സ്കെയിലിലേക്ക് കാണിക്കുന്നു, ലാർജ് സ്കെയിലിലേക്ക് കാണിക്കുന്നതാണ്. ചെറിയ ഏരിയയെ വലുതാക്കി കാണിക്കുന്നതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് കഡസ്ട്രൽ മാപ്പാണ്. അടുത്ത് 23, വിച്ച് അമംഗ് ദി ഫോളോവിങ് റെപ്രസെൻറ്റ്സ് ദ ഷേപ്പ് ഓഫ് എർത്ത്? ജിയോയിഡ്, സ്ഫിയർ, ഓവൽ, എലിപ്സ്. ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ജിയോയിഡ് ഷേപ്പാണ് നമ്മുടെ എർത്തിൻ്റേത്. ചോദ്യം 24, ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ആൻസർ വീനസ് ആണ്. അടുത്ത ചോദ്യം 25, ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ദാറ്റ് ഷെയർഡ് ബൗണ്ടറി വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്? വയനാട്, ഇടുക്കി, കണ്ണൂർ, കൊല്ലം. ആൻസർ വയനാടാണ്. തമിഴ്നാട്, കർണാടക എന്നീ ഈ രണ്ട് സ്റ്റേറ്റുകളുടെയും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. അടുത്ത ചോദ്യം 26, ഹൂ വെയർ ദ പവേഴ്സ് ഫോർട്ട് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ?
1741. അതായത് കുളച്ചൽ യുദ്ധം നടന്നത് 1741. ഹൂ വെയർ ദ പവേഴ്സ് ഫോർട്ട് ഇൻ ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്? എ. ട്രാവൻകൂർ ആൻഡ് ഇംഗ്ലീഷ്, ട്രാവൻകൂർ ആൻഡ് ഡച്ച്, ട്രാവൻകൂർ ആൻഡ് ഫ്രഞ്ച്, ട്രാവൻകൂർ ആൻഡ് പോർച്ചുഗീസ്. ആൻസർ ട്രാവൻകൂർ ആൻഡ് ഡച്ച് ആണ്. ഡച്ചുകാരും ട്രാവൻകൂറുകാരുമാണ് എന്ത് ചെയ്തത്? കുളച്ചൽ യുദ്ധത്തിൽ പങ്കെടുത്തത്. അടുത്ത 27ാമത്തെ ചോദ്യം. ബീഗം ഹസ്രത്ത് മഹൽ ലെഡ് ദി ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റ് ഓഫ് 1857 ഇൻ വിച്ച് പ്ലേസ്? ഫൈസാബാദ്, ലക്നൗ, കാൺപൂർ, മീററ്റ്. ആൻസർ ലക്നൗ ആണ്. ലക്നൗവിൽ 1857 ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. അടുത്ത് 28ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ടൈം ഇക്വലൻറ്റ് ഫോർ 1 degree ഓഫ് ലോഞ്ചിറ്റ്യൂഡ്? 15 minutes, 30 minutes, 4 minutes, 1 hour. ആൻസർ 4 minutes ആണ്. ഇത് ഭൂമി 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് വേണം. അങ്ങനെയാണ് 360 ഡിഗ്രി കറങ്ങി വരാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ എടുക്കുന്നത്. ഈ 24 മണിക്കൂറിനെ മിനിറ്റിലോട്ട് ആക്കിയാൽ മതി, അപ്പോൾ കറക്റ്റ് സമയം കിട്ടും. ഭൂമി 1 ഡിഗ്രി സെൽഷ്യസ് സ്വന്തമായിട്ട് കറങ്ങാൻ 4 മിനിറ്റ് എടുക്കും. ഇത് ഫുള്ളൊന്ന് കറങ്ങി തീരുമ്പോഴാണ് ഡേയും നൈറ്റും ഉണ്ടായി ഒരു ദിവസം പൂർത്തിയാക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറായി. 1440 മിനിറ്റാണ് 24 മണിക്കൂർ. ഇതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കറങ്ങാൻ വേണ്ടുന്ന സമയം കിട്ടും. അത് 4 മിനിറ്റാണ്. അടുത്ത് 29ാമത്തെ ചോദ്യം. ദ ലോങ്സ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ? ഇൻഡസ്, താപ്തി, നർമ്മദ, ലൂണി. ആൻസർ നർമ്മദയാണ്. അടുത്ത 30ാമത്തെ ചോദ്യം. വിച്ച് യൂറോപ്യൻ പവർ കോസ്ഡ് ടു ദ ഒറിജിൻ ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഫോം നോൺ ആസ് ചവിട്ട് നാടകം? ദ ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ആൻസർ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് എന്ത് ചെയ്തു? ചവിട്ട് നാടകം എന്നുള്ള കലാരൂപം കൊണ്ടുവന്നത്. അടുത്ത് 31. ഹൂ ഗീവ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ? പാർലമെൻറ്റ്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട്, ഇലക്ഷൻ കമ്മീഷൻ. ആൻസർ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അംഗീകാരം നൽകുന്നത്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും അംഗീകാരം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത് 32ാമത്തെ ചോദ്യം. Which among the following is not an instructional material for social science? Globe, map, periodic table, textbook. ആൻസർ പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിൾ കെമിസ്ട്രിയിൽ വരുന്നതാണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അടുത്ത 33ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ്. A form political parties, to form political parties, to conduct elections, to prepare electoral rolls, to declare election result. Answer to form political parties ആണ്. ഇവിടെ പക്ഷേ അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷനകത്ത് വരുന്നത് അല്ല. പക്ഷേ റെക്കഗ്നീഷൻ കൊടുക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്. അത് ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്ത 34. ദ സ്റ്റേറ്റ് ഗവർണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ആൻസർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവർണറിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ്. അടുത്ത 35ാമത്തെ ചോദ്യം. ഹൂ കൺസീവ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രാമസ്വരാജ്? സ്വാമി ദയാനന്ദ സരസ്വതി, മഹാത്മാഗാന്ധി, ജയപ്രകാശ് നാരായൺ, ആചാര്യ വിനോബ ഭാവെ. ആൻസർ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ കോൺസെപ്റ്റാണ് ഗ്രാമസ്വരാജ്. അടുത്ത 36. ദ ടേം സെക്യുലറിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് അമംഗ് ദി ഫോളോവിങ്?
റിലീജിയൻ, ഡെമോക്രസി, ലിബർട്ടി, ജസ്റ്റിസ്. ആൻസർ റിലീജിയൻ ആണ്. സെക്കുലറിസം എന്ന് വെച്ചാൽ എന്താണ്? റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം സെക്കുലറിസം എന്ന് വെച്ചാൽ ഒരു റിലീജിയനും മേൽക്കൊയ്മ അല്ലെങ്കിൽ ഒരു മുൻ പദവി ഇല്ലാത്തതാണ് സെക്കുലറിസം. അപ്പോൾ സെക്കുലറിസം എന്ന ടൈം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ സെക്കുലറിസം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. അടുത്ത 37 ടോപ്പിക് അപ്രോപ്രിയേറ്റ് ഫോർ ഡിബേറ്റ് ഇൻ എ സോഷ്യൽ സയൻസ് ക്ലാസ് റൂം. മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത്, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, പണിഷ്മെൻറ്റ് ഇൻ ക്ലാസ് റൂം ആൻഡ് ചൈൽഡ് റൈറ്റ്, മൺസൂൺ. ആൻസർ പണിഷ്മെൻറ്റ് ഇൻ ക്ലാസ് റൂം ആൻഡ് ചൈൽഡ് റൈറ്റ് ആണ്. ക്ലാസ്സിൽ ഡിബേറ്റ് നൽകാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ചോദിച്ചത്. മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, മൺസൂൺ. ഇതൊന്നും ഡിബേറ്റിന്, സംവാദത്തിന് പറ്റിയ ഒരു വിഷയമല്ല. പക്ഷേ സംവാദത്തിന് പറ്റിയൊരു വിഷയമാണ് പണിഷ്മെൻറ്റ് ഇൻ ക്ലാസ് റൂം ആൻഡ് ചൈൽഡ് റൈറ്റ്. വേറെ മാറി മാറി വരാം. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. അടുത്ത 38 സെൻസസ് ഇൻ ഇന്ത്യ ഈസ് ബീയിങ് ഹെൽഡ് റെഗുലർലി ആഫ്റ്റർ എവറി 6 years, 8 years, 10 years, 12 years. ആൻസർ 10 years ആണ്. 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് ചെയ്യുന്നത്. അടുത്ത ഇനി നെക്സ്റ്റ് സെൻസസ് ചെയ്യുന്നത് 2021 അടുത്ത 39ാമത്തെ ചോദ്യം. ഫോം ഓഫ് ഗവൺമെൻറ് വിച്ച് പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഏത് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് ഒരു വ്യക്തിയുടെ ഫ്രീഡത്തെയും ഡിഗ്നിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്? മൊണാർക്കി, ഡെമോക്രസി, അരിസ്റ്റോക്രസി, ടോട്ടലിറ്റാറിനിസം. ആൻസർ ഡെമോക്രസിയാണ്. ഡെമോക്രസിയിലാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡത്തെയും ഡിഗ്നിറ്റിയെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഗവൺമെൻറ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്. അടുത്ത 40ാമത്തെ ചോദ്യം. സോഷ്യൽ സയൻസ് ഈസ് ഈസിലി കോറിലേറ്റഡ് വിത്ത് ബേസിക് സയൻസ് ബിക്കോസ് അരിത്തമെറ്റിക് അനാലിസിസ് ഈസ് കോമൺ ഏരിയ ഓഫ് ബോത്ത് ദ സബ്ജക്റ്റ്. Physical environment is the common area of both the subject. International relations are the common area of both the subjects. Historical interpretation is common area of both the subject. Answer physical environment is the common area of both the subject. അതായത് സോഷ്യൽ സയൻസിനായാലും സയൻസിനായാലും നമ്മളുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ സെയിം ആണ്. അടുത്ത 41 ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവൈൽസ് ഇൻ ചൈന. 2 party system, മൾട്ടി പാർട്ടി സിസ്റ്റം, 1 party സിസ്റ്റം, പാർട്ടിലെസ് സിസ്റ്റം. ആൻസർ 1 party സിസ്റ്റമാണ്. നമ്മൾ പഠിച്ചു കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെ. ചൈനയിൽ ഒരു പാർട്ടി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ പാർട്ടി അതുകൊണ്ട് തന്നെ 1 party സിസ്റ്റമാണ് എവിടെ നിലനിൽക്കുന്നത്? ചൈനയിൽ നിലനിൽക്കുന്നത്. അടുത്ത 42ാമത്തെ ചോദ്യം. വിച്ച് among the following is a political right? Right to work, right to property, right to social security, right to form association. ആൻസർ റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആണ് പൊളിറ്റിക്കൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത 43 ഐറ്റം ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ലേണിംഗ് സോഷ്യൽ സയൻസ്. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് കോൺസെപ്റ്റ്, ടു ഡെവലപ്പ് competencies in using process of inquiry, to develop competencies in using basic skills in the social science, to develop concept about arithmetic progress. ആൻസർ ഇതാ വരുന്നത്. ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നാണ്? സോഷ്യൽ സയൻസിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവിനകത്ത് പെടാത്തത് ഏത് എന്നാണ്? അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യണം ഇല്ലേ? അതുപോലെ തന്നെ കോമ്പിറ്റൻസീസ് ഇൻ യൂസിങ് പ്രോസസ് ഓഫ് എൻക്വയറി അത് വേണം. ടു ഡെവലപ്പ് കോമ്പിറ്റൻസീസ് ഇൻ യൂസിങ് ബേസിക് സ്കിൽസ് ഇൻ സോഷ്യൽ സയൻസ് അത് വേണം. ലാസ്റ്റ് പറഞ്ഞ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്തിൽ വരുന്നതല്ല? നമ്മുടെ സോഷ്യൽ സയൻസിൽ വരുന്നതല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ടു ഡെവലപ്പ് കോൺസെപ്റ്റ് എബൌട്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ.
അടുത്ത 44. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാട്. ആൻസർ രാജസ്ഥാനാണ്. അടുത്ത് 45-ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദി സ്പെഷ്യൽ ടാർഗറ്റ് ഗ്രൂപ്പ് ഇൻ അന്ത്യോദയ അന്ന യോജന? ഓൾ പുവർ, പുവറസ്റ്റ് ഓഫ് ദ പുവർ, പേഴ്സൺസ് ബിലോ പോവർട്ടി ലൈൻ, നൺ ഓഫ് ദി അബവ്. അന്ത്യോദയ അന്ന യോജന പുവറസ്റ്റ് ഓഫ് ദി പുവർ ആണ്. അതായത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക്, പുവറിലും പുവറായിട്ടുള്ള, അതായത് പുവറസ്റ്റ് ഓഫ് ദ പ്യുവറിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അന്ത്യോദയ ടാർഗറ്റ് ചെയ്തേക്കുന്ന പാവപ്പെട്ടവരിലും പാവപ്പെട്ടവരെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് അന്ത്യോദയ അന്ന യോജന. അപ്പോൾ ഇത്രയുമാണ് 45 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രമാത്രം പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.